Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം ഓട്ടോണമസ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ദെൻ ഡയറക്റ്റഡ് കർവ്സ്, ദെൻ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് തന്നെ ഐസൊലേറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസ് പറഞ്ഞു. അതിൻ്റെ ഫിഗർ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഫ്ലൂയിഡ് മോഷൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ പോയിൻറ്റ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനിയും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആൻഡ് സ്റ്റെബിലിറ്റി. ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 മെയിൻ ടൈപ്പ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണുള്ളത്. അത് നമുക്ക് പുറകെ പഠിക്കാം. ഇപ്പം നമുക്ക് ആദ്യം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അതിനെപ്പറ്റിയൊന്ന് കൂടുതലായിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓട്ടോണമസ് സിസ്റ്റമാണ്. dx/dt ഈക്വൽ ടു f(x, y) ആൻഡ് dy/dt ഈക്വൽ ടു g(x, y). The functions f and g are continuous and have continuous partial derivatives. ഇതെല്ലാം നമ്മൾ ഓട്ടോണമസ് സിസ്റ്റത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ത്രൂ ഔട്ട് ദ x, y plane. ഇനി നമ്മൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻസ് f(x, y) ഈക്വൽ ടു 0, g(x, y) ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ 2 ഇക്വേഷനോട് സൈമൾട്ടേനിയസ്ലി നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സം സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, there are 4 simple types of critical points that occur quite frequently, and our purpose is in this section is to describe them in terms of configurations of nearby path. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്രിട്ടിക്കൽ പാത്തിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ സ്റ്റഡി ചെയ്യാൻ പോവാണ്. അതിൻ്റെ പാത്ത് എങ്ങനെയാണ്, അതിൻ്റെ പാത്തിൻ്റെ സൈഡ് എങ്ങനെയാണ്, അതിൻ്റെ നൈബറിങ് ഏരിയ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡെഫിനിഷനാണുള്ളത്. ഫസ്റ്റ് നമ്മൾ പറയുന്നു, ലെറ്റ് x0, y0 be an isolated critical points of 1. ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു പോയിൻ്റ് ക്രിട്ടിക്കൽ ആണെങ്കിൽ, ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് അതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ആ സർക്കിളിനുള്ളിൽ വേറൊരു അതിൻ്റെ പാത്തൊന്നും കടന്നു പോകില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് 4 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടും. അതിൽ ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റ് നമ്മളെടുത്തു, അത് ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, നമ്മളത് അസ്യൂം ചെയ്യുന്നതാണ്. ലെറ്റ് x0, y0 be an isolated critical points of equation number 1. If c equal to x of t, y of t is a path of equation number 1, then we say that c approaches x0, y0 as t tends to infinity. If limit t tends to infinity, x of t equal to x0 and t tends to infinity, y of t equal to y0. അപ്പോൾ നമ്മൾ പറഞ്ഞു x0, y0 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ പാത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സി എന്ന് പറയുന്ന പാത്ത്, എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി എന്ന് പറയുന്ന പാത്ത് x0, y0 ടെൻഡ് ചെയ്യും. എങ്ങനെയാണ്? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഈക്വൽ ടു x0 ആകണം. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വൈ ഓഫ് ടി ഈക്വൽ ടു y0 ആകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാത്ത് ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയ x0, y0 നമുക്ക് ടെൻഡ് ചെയ്യും എന്ന് പറയാം. ദിസ് മീൻസ് ദാറ്റ് ഇഫ് p ഈക്വൽ ടു xy ഓട്ടഡ് പെയറാണ് is a point that trace out c in accordance with the equations x equal to x of t and y equal to y of t, then p tends to x0, y0 as t tends to infinity. അപ്പോൾ നമുക്കൊരു പാത്തുണ്ട്, സി എന്ന് പറയുന്ന പാത്ത്. അപ്പോൾ അതിലെ ഒരു പോയിൻ്റാണ് പി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടാൻ വേണ്ടി നമുക്കറിയാം എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി ആണ് നമ്മുടെ പാത്ത്. അതിൽ ടിക്ക് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ അതായത് ഇപ്പം ടി ഈക്വൽ ടു 1 എന്നോ 2 എന്നോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് 1 എക്സ് എന്നും വൈ ഓഫ് 1 വൈ എന്ന് നമ്മൾ വിളിച്ചാൽ പി ഈക്വൽ ടു 2 പോയിൻറ്റ്സ് കിട്ടുമല്ലോ. ആ എക്സ് വൈ എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടും. ദെൻ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് നമ്മുടെ ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലേക്ക് ടെൻഡ് ചെയ്യും. എപ്പോഴാണ്? ടിക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണ്, ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വൈ ഓഫ് ടി മൈനസ് y0
by x of t minus x naught exist. അപ്പം നമുക്ക് ഇതിൻ്റെ കോഷ്യൻ്റ്, ഇഫ് ദ കോഷ്യൻ്റ് ഓഫ് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഈ കോഷ്യൻ്റ് becomes either positively or negatively infinite as t tends to infinity. ഒന്നുകിൽ അത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകാം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകാം. Then we say that C enters the critical points x0, y0 as t tends to infinity. The equation number quotient in equation number 3 is the slope of the line joining x0, y0. നമുക്കിതിനെ ലിമിറ്റ് t tends to infinity y of t minus y0 by x of t minus x0 നെ നമുക്ക് ഇങ്ങനെ വായിക്കാം, 1 by x of t minus x0 into y of t minus y0 by x of t minus x0. അപ്പോൾ നമുക്കതൊരു ലൈൻ്റെ ഇക്വേഷനായിട്ട് വരികയും അവിടെ നമുക്കൊരു സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ദ കോഷ്യന്റ് ഇൻ ഇക്വേഷൻ നമ്പർ 3 is the slope of the line joining x0, y0 and the point P with the coordinate x of t and y of t. So the additional requirement means that the line approaches the definite direction as t tends to infinity. ഇതേപോലെ തന്നെയാണ് നമുക്ക് ടി മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഈ ഡെഫിനിഷനിൽ നമുക്ക് മനസ്സിലാവുന്നത് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്നു, ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവുന്നു. ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് ഒന്നും അതിൻ്റെ സൊല്യൂഷനെ അല്ല അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഏത് പാത്തിൽ കൂടെ വരുന്നു എന്ന്. അപ്പം നമുക്കറിയാം ഈ പ്രോപ്പർട്ടീസ് ഓഫ് ദി പാത്താണ് നമ്മൾ ഈ പറയുന്നതെല്ലാം. ദാറ്റ് വൺ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൊല്യൂഷൻ. അത് നമ്മൾ ഏത് പാത്തിൽ കൂടി വരുന്ന സൊല്യൂഷൻ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്കറിയാം സൊല്യൂഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സൊല്യൂഷൻ പല വഴിയിലൂടെ വരാം. ഓക്കെ, പല ഡയറക്ഷനിലേക്ക് നമുക്ക് ഈ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് വരാം. അത് ഏത് പാത്തിലൂടെ വരുന്നു എന്നുള്ളതിനെ, ഏത് പാത്ത് ഒരു സൊല്യൂഷനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഈ പറയുന്ന പ്രോപ്പർട്ടീസൊക്കെയും പാത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കൂടാതെ നമ്മുടെ സിസ്റ്റം ഇക്വേഷൻ നമ്പർ 1 ഓർക്കുന്നുണ്ടാവും. dx by dt equal to f of xy and dy by dt equal to g of xy ആണ്. ആ സിസ്റ്റത്തിന് നമുക്കൊരു എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം അവിടെ t എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പാരാമീറ്റർ. അപ്പോൾ ആ t എന്ന് പറയുന്ന പാരാമീറ്ററിനെ നമ്മൾ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇക്വേഷൻ നമ്മൾക്ക് ഇങ്ങനെ dy by dx equal to g of xy by f of xy എന്നൊക്കെ നമുക്ക് ആക്കാം. അപ്പോൾ നമുക്ക് ഈ ടിയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സൊല്യൂഷൻസ് കാണാം. ആ സൊല്യൂഷൻസും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാത്തിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. To find the path, if it necessary to eliminate t between the two equations of the system and yield dy by dx equal to g of xy by f of xy. അപ്പോൾ നമുക്കറിയാം dy by dx എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ആണ്. അപ്പം നമുക്കിവിടെ dy by dx ഈക്വൽ ടു ദിസ് g by f നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഗീവ്സ് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ഓഫ് ദി പാത്ത് ഓഫ് ഇക്വേഷൻ നമ്പർ 1 that passes through the point xy, ordered pair xy, provided that the functions f and g are not both 0 at this point. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ dy by dx കിട്ടും. സൊല്യൂഷൻ അല്ല, dy by dx നമ്മളിവിടെ ടാൻജൻറ്റ് കാണുന്നു. അങ്ങനെ ടാൻജൻറ്റ് കിട്ടുന്ന സമയത്ത് ഈ എഫും ജിയും ഒരുമിച്ച് എന്താവാൻ പാടില്ല, 0യിലേക്ക് പോകാൻ പാടില്ല. ഈ കേസിൽ നമ്മുടെ ആ പോയിൻ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് ആകുകയും അതിലൂടെ കടന്നു പോകുന്ന ഒരു പാത്ത് ഇല്ല എന്നും പറയാം. ഓക്കെ, the path of equation number 1 therefore coincide with the one parameter family of integral curves of equation number 4. നമുക്ക് ഈ ഫാമിലി നമുക്കിതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാപ്റ്റർ 2 പഠിക്കുന്ന, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, നമുക്ക് അവിടെ വെച്ചിട്ട് അതിൻ്റെ ഫാമിലി നമുക്ക് കണ്ടുപിടിക്കാൻ, അതായത് ജനറൽ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ടൈപ്സ് ആണ് പറയുന്നത്. ഇത് 4 ടൈപ്പ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോഡാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സാഡിൽ പോയിൻ്റ്, ദെൻ സെൻറ്റേഴ്സ്, ദെൻ ലാസ്റ്റ് വൺ സ്പൈറൽസ്. അപ്പം നോഡ്സ് എന്താണെന്ന് നോക്കാം. നോഡെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു ഫിഗർ കണ്ടതാണ്, ഫിഗർ 73. ഓക്കെ, ഈ ഫിഗർ നോക്കാം. ഇവിടെ നമുക്ക് XY പ്ലെയിൻ ആണ്, A, B, C and D. അപ്പോൾ ഇവിടെ കാണുന്ന ലൈൻസ് AB ആൻഡ് CD, അത് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പോയിൻ്റാണ് അതിൻ്റെ ഒറിജിൻ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഓക്കെ, ഇങ്ങനെ വരുന്ന ക്രിട്ടിക്കൽ പോയിൻ്റാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോഡ് ended by each path as t tends to infinity or t tends to minus infinity. t ഇൻഫിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ പാത്തുകൾ ഈ ഒറിജിനിൽ കൂടി പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 4 ഹാഫ് പ്ലെയിൻസിനെ കാണാം. AO ഹാഫ് പ്ലെയിൻ പാത്ത്സ്, AO, then BO and CO and DO അല്ലേ. അപ്പോൾ നമുക്കവിടെ 2 ലൈൻസ് കിട്ടും, AB ആൻഡ് CD അല്ലേ. ഓൾ അതർ പാത്ത് നോക്കിയാൽ അറിയാം, അതെല്ലാം പരാബോള പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. ഒന്ന് മുകളിലോട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പരാബോള, ഒന്ന് താഴോട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പരാബോള. ആ പരാബോളയുടെയൊക്കെ സ്ലോപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ഒറിജിനിലേക്ക് വരുന്ന സമയത്ത് ആ സ്ലോപ്പുകളൊക്കെ നമുക്ക് AB എന്ന് പറയുന്ന ലൈനുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോഡ്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ അതായത് നമ്മുടെ O എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് 0, 0 എന്നാണ്. O = O/0, 0. Such a point is approached and ended by each path as t tends to infinity or t tends to minus infinity. അപ്പം അങ്ങനെ വരുന്ന ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ് നമുക്ക് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നാളെ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫിഗർ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം.